ശബരിമല സ്വർണ്ണമോഷണത്തിൽ 2019 ദേവസ്വം ബോർഡിനെയും പ്രതി ചേർത്തതോടെ പ്രതിരോധത്തിലാവുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. തങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന എ പത്മകുമാർ അടക്കമുള്ളവരുടെ വാദം കൂടിയാണ് പ്രതി ചേർത്തതിലൂടെ വിജിലൻസ് പൊളിക്കുന്നത്. ദേവസ്വം ബോർഡിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധം ശക്തമാക്കി. എല്ലാവർക്കും അറിയാം, ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വാദങ്ങളെയെല്ലാം അടിമുടി പൊളിക്കുന്നതാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും എടുത്ത എഫ്ഐആറും. കേസിൽ 8ാം പ്രതിയായി ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയതോടെ അന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന എ പത്മകുമാർ അടക്കം മറുപടി പറയേണ്ടി വരും. ശബരിമലയിൽ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചുവെന്ന എഫ്ഐആറിലെ കണ്ടെത്തൽ പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതാണ്. എന്നാൽ ഒന്നും അറിയില്ലെന്നും തന്നെ മാത്രം പഴിചാരുന്നത് എന്തിനെന്നും ആവർത്തിച്ച് ചോദിക്കുകയാണ് എ പത്മകുമാർ. ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. തെറ്റ് ചെയ്ത ആരെയും ശിക്ഷിക്കുമെന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയാകട്ടെ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തതിൽ കൂടുതൽ പ്രതികരിക്കുന്നുമില്ല. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും എക്സ് ഓർ വൈ എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം. മന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിനും സർക്കാരിനും ഈ തട്ടിപ്പിൽ നിന്ന് കൈയൊഴിയാനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് അറിയാതെ, പാർട്ടി അറിയാതെ, ദേവസ്വം ബോർഡല്ല ഏത് പൊന്നുനമ്പുരാൻ വിചാരിച്ചാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് ആർക്കാ അറിയാത്തത്? കഴിഞ്ഞ ദേവസ്വം ബോർഡ് കുറ്റക്കാരാണെങ്കിൽ അതേ സ്വർണ്ണപ്പാളിയും അതേ തകടും കൊടുത്തയച്ച ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.